കരയിലെ വിഷ്ണുകുട്ടാനെ ചേച്ചി ഇപ്പൊ എടുക്കാട്ടോ. അങ്ങനെയൊന്നും വീഴട്ടോ, ഞാൻ മുറുക്കി പിടിച്ചിട്ടുണ്ട്. അയ്യോ അമ്മ എന്തിനാ കരയണേ? ഞാൻ പാറുക്കുട്ടീനെ എടുത്തോണ്ടാണോ? ഞാൻ അവൾ താഴെ വീഴാതെ നോക്കിക്കോളാം. അതൊന്നല്ല ലച്ചു, അപ്പൂപ്പൻ വീണിട്ട് തല പൊട്ടിയിട്ടുണ്ട്, ഐസിയുലാണ്. അച്ഛൻ കടയിൽ നിന്ന് നേരെ ആശുപത്രിക്ക് വരാനാ പറഞ്ഞിരിക്കണത്. എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അയ്യോ അമ്മേ, മുത്തശ്ശന് എന്താ പറ്റിയേ? എനിക്കറിയില്ല മോളെ, ഞാൻ അങ്ങോട്ട് പോയോക്കട്ടെ, എന്നിട്ട് വിളിച്ച് വിവരം പറയാട്ടോ. ആ അമ്മ എന്ന് വേഗം ചെന്നൂടെ? എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. ഇവിടെ ആണെങ്കിലോ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, ഒരു പണി പോലും കഴിഞ്ഞിട്ടില്ല, ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. എല്ലാരെയും കൊണ്ട് ഐസിൽ പോയിട്ടും കാര്യമില്ല, ആകെ ഒരാൾക്കെല്ലാം കാണാൻ പറ്റിയ. മക്കളെ ലച്ചു, ശിവ, നിങ്ങൾ രണ്ടുപേരും പാറക്കുട്ടീനെയും വിഷ്ണുമോനെയും നോക്കൂലേ? അയ്യോ അമ്മ, എങ്ങനെ രണ്ടാളും കൂടി ഞങ്ങൾ നോക്കുക? പാറക്കുട്ടി ഇവിടെ ഇരുന്നോട്ടെ, വിഷ്ണുമോനെ അമ്മ പോകുമ്പോ കൊണ്ടേക്കോ. അതെങ്ങനെ മോളെ നടക്കുക? ഐസിക്ക് ഒരാൾക്കെല്ലാം കയറാൻ പറ്റിയ. ആ എന്നാ മോന് പോന്നോ, പാറക്കുട്ടീനെ ചേച്ചിമാര് നോക്കിക്കോളൂ, നീ കരയണ്ട, നിന്നെ ഞാൻ കൊണ്ടേക്കോളാം. മക്കളും ശിവ, ലച്ചു, പാറക്കുട്ടീനെ നേരെ നോക്കണേ. വിഷ്ണുമോനെ ഇനി ഇവിടെ ഇരുന്നാ കരയും, പിന്നെ നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടാവും. ഞാൻ പോകുമ്പോ കൊണ്ടേക്കോളാം. അവന് ഏതായാലും അമ്മ ഇല്ലാതെ ഇവിടെ